ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1928 ഒരു സത്രം എന്ന രൂപേണ ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചു. ഞാൻ 50 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. 3 വർഷമായി ഈ മേഖലയിൽ. നല്ല ഭക്ഷണമായി കൊടുക്കണമെന്ന് ആഗ്രഹം എനിക്ക് കിട്ടും. പണ്ട്, വളരെ പണ്ട് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് മുൻപ് തുടങ്ങിയ ഒരു ഭക്ഷണശാല. അന്നത് വെറുമൊരു സത്രമായിരുന്നു. ഇന്നതിന് 100 വയസ്സാകാനായി. തലമുറകൾ മാറി വന്ന ആ ഇടമാണ് പിന്നീട് പയ്യന്നൂരുകാരുടെ ബോംബെ ആയി മാറിയത്. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പുന്ന ശ്രീ ഷൺമുഖവിലാസം ബോംബെ ഹോട്ടൽ. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഫുഡ് പാത്ത്. വർഷത്തിലേക്ക് കടക്കുന്ന പയ്യന്നൂരിലെ ബോംബെ ഹോട്ടലിന് പറയാനുള്ളത് ദേശീയ പ്രസ്ഥാനത്തോളം പഴക്കമുള്ള ഒരു ചരിത്രമാണ്. 1928 ഒരു ചെറിയ സത്രമായി തുടക്കമിടുമ്പോൾ ഇത് കാലത്തെ അതിജീവിച്ച് ഇങ്ങനെ വളർന്നു പന്തലിക്കുമെന്ന് അന്ന് ആരും കരുതിയിരിക്കില്ല. എന്നാൽ ആത്മാർത്ഥമായ സേവനവും പകരം വെക്കാനില്ലാത്ത കൈപുണ്യവും കൂട്ടിനുണ്ടെങ്കിൽ പതിറ്റാണ്ടുകൾ കടന്നു പോകുന്നത് അറിയുകയേയില്ലെന്ന് ഈ ഹോട്ടൽ തെളിയിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പങ്കെടുത്ത പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് ഇങ്ങനെ ഒരു ഭക്ഷണശാലയുടെ പിറവിക്ക് വഴിയൊരുക്കിയത്. ബാക്കി കഥ ദേ ഇവിടെയാണ്. ഈ സ്ഥാപനം ആരംഭിക്കുന്നത് 1928 മെയ് മാസത്തിലാണ് എന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ കോൺഗ്രസ് സമ്മേളനം നടത്തി. അതിൽ ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലുള്ള ഉന്നതരായ നേതാക്കന്മാരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സേവാദൾ വണ്ടിയർമാർക്കും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനമായ അടുപ്പമുള്ള ദേശീയ നേതാക്കന്മാർക്കൊക്കെ ഭക്ഷണം നൽകാൻ KU വലിയ കുഞ്ഞിരാം പൊതുവാളുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലും ഒരു സത്രം എന്ന രൂപേണ ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചു. ആദ്യകാലത്തൊക്കെ നാട്ടിൻപുറങ്ങളിൽ നിന്നും വിഭവം ശേഖരിച്ചും അതേപോലെ തന്നെ നാട്ടിലുള്ള പൗരപ്രമുഖന്മാരിൽ നിന്നും സാമ്പത്തിക സഹായം തേടിയുമായിരുന്നു ഈ സത്രം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സമ്മേളനം അവസാനിച്ചതിന് ശേഷം പലരും തിരിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് പോയില്ല, ഇവിടെ തന്നെ നിന്നു. അവരും തുടർന്നും ഈ സത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കുഞ്ഞിരാം പൊതുവാൾ ഈ സ്ഥാപനം നിലനിർത്താൻ ബാധ്യസ്ഥനായി. ക്രമേണ ഇതൊരു ക്രയവിക്രയ സ്ഥാപനം, ഹോട്ടലായി മാറി. ആദ്യം ഇതിന് പേരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഇതിനൊരു പേര് നൽകി. പയ്യന്നൂര് ഷൺമുഖൻ്റെ നാടാണ്, സുബ്രഹ്മണ്യൻ. പയ്യന്നൂർക്കാരൊക്കെ ആരാധിക്കുന്നത്, പയ്യന്നൂർക്കാരല്ല എല്ലാവരും ആരാധിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെയാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ശ്രീ ഷൺമുഖവിലാസം ബോംബെ ഹോട്ടൽ എന്ന പേരാണ് ഇട്ടത്. 1928 മുതൽ 1961 വരെ ഈ സ്ഥാപനം KU വലിയ കുഞ്ഞിരാം പൊതുവാളും അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരും നടത്തി. ആരോഗ്യപരമായ കാരണങ്ങളിൽ അവർക്ക് തുടർന്ന് ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ 1961 എൻ്റെ പിതാവ് VP അപ്പു പൊതുവാളും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനും കൂടി ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പേരിലെ ഈ ബോംബെ വന്ന വഴി തന്നെ കൗതുകമുള്ള ഒന്നാണ്. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും പയ്യന്നൂരിലെ പ്രമുഖ വ്യക്തിയുമായ KP കുഞ്ഞിരാമ പൊതുവാളിൻ്റെ അച്ഛനാണ് ഹോട്ടൽ സ്ഥാപകനായ KU വലിയ കുഞ്ഞിരാമ പൊതുവാൾ. അദ്ദേഹത്തിന് അന്ന് ബോംബെയിലായിരുന്നു ജോലി. മാത്രമല്ല ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതുകൊണ്ടും ബോംബെയിൽ വച്ചു നടന്ന കോൺഗ്രസിന്റെ ചരിത്ര പ്രസിദ്ധമായ ദേശീയ സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കും വേണ്ടിയാണ് അദ്ദേഹം ഹോട്ടലിന് ഈ പേരു നൽകിയത്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് നല്ല രുചിയൂറും സദ്യയും വൈകിട്ടത്തെ ഭക്ഷണവും പലഹാരങ്ങളും എല്ലാമുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് വയറും മനസ്സും നിറയും. ഇവിടെ എത്തുന്നവർ തന്നെയാണ് ഇവരുടെ ശക്തിയും. ബാലകൃഷ്ണ പൊതുവാളും സഹോദരങ്ങളും മക്കളും ചേർന്നാണ് ഇന്നീ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഹോട്ടലിന് മുകളിലായി താമസത്തിനും സൗകര്യമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി വട, പുട്ട്, പൂരി, മസാല ദോശ, വെള്ളയപ്പം, നൂൽപുട്ട്, ചപ്പാത്തി, തൈര് വട, ബോണ്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഇവിടെ എത്തിയാൽ ട്രൈ ചെയ്യാൻ വിഭവങ്ങൾ ധാരാളമുണ്ട്. ഉച്ചയൂണാണ് ഇവിടുത്തെ താരം. ഓർഡിനറി, സ്പെഷ്യൽ എന്നിങ്ങനെ 2 കോംബോകളിൽ ഊണ് ലഭ്യമാണ്. ദിവസവും മാറി മാറി വരുന്ന അരിപ്പായസം, പാൽപ്പായസം അല്ലെങ്കിൽ പ്രഥമൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും ട്രൈ ചെയ്യണം. ഒപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമുള്ള ഇവിടുത്തെ സ്പെഷ്യൽ സോയാബീൻ കറിയും ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വൈകുന്നേരം ചപ്പാത്തി, ബിരിയാണി, ഊത്തപ്പം, പൂരി, മസാല ദോശ തുടങ്ങി വിവിധ ഐറ്റംസ് ഉണ്ടാകും. എല്ലാം ശരി. ഈ രുചിക്ക് പിന്നിൽ ആരാണെന്ന് കാണേണ്ടേ? ഇതാണ് തമ്പാൻ ചേട്ടൻ. ഞാൻ 50 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. 77 ഞാൻ ഡ്യൂട്ടിക്ക് വന്നത് ഇവിടെ. 77 മുതൽ ഇത്രയും വർഷമായി ഈ മേഖലയിൽ. നല്ല ഭക്ഷണമായി കൊടുക്കണമെന്ന് ആഗ്രഹം എനിക്ക് കിട്ടും. നന്നായിട്ട് അഭിപ്രായം പറയണം, അവരാഗ്രഹമുള്ളൂ. എവിടെയും വേറെ ജോലിക്കൊന്നും നോക്കിയിട്ടില്ല. മാനേജ്മെൻറ്റ് നല്ല പെരുമാറ്റമാണ്, എല്ലാം നല്ല ഐക്യത്തിലാണ്. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. നല്ല ഭക്ഷണം കാഴ്ച ആക്കണമെന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. ഇവിടെ പലഹാരങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വിറകടുപ്പിൽ വലിയ ഓട്ടുപാത്രങ്ങളിലും ചെമ്പിലുമായിട്ടാണ് പാചകം ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ അടുപ്പ് തന്നെയുണ്ട്. സാധാരണ ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ചോറ് ചെമ്പിൽ വെക്കണം. ചെമ്പിൻ്റെ പാത്രത്തിൽ ചോറ് വിറക് കത്തിച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കൂട്ടുകറി ഓട്ടിൻ്റെ വട്ടത്തിൽ, ഓട്ടിൻ്റെ വട്ടം എന്നാണ് കാണുന്നത്. കൂട്ടുകറി അതേപോലെ തന്നെ പായസം ഓടിൻ്റെ വട്ടത്തിൽ വെക്കണം. അതേപോലെ തന്നെ വിറക് കത്തിച്ച്, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രുചിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഈ കാലത്ത് വളരെ ദുഷ്കരമാണ്. പക്ഷേ എങ്കിലും പഴയ ഒരു സ്ഥാപനം എന്ന നിലയിൽ പഴമക്കാർ സൂക്ഷിച്ചു വെച്ച ഇത്തരത്തിലുള്ള ചെമ്പിൻ്റെ ചോറ് വെക്കുന്ന പാത്രവും അതുപോലെ കറി വെക്കുന്ന ഓട്ടിൻ്റെ പാത്രമൊക്കെ ഞങ്ങളിവിടെ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതിലാണ് ഞങ്ങളിതൊക്കെ പാചകം ചെയ്യുന്നത്. വർഷങ്ങളായി ബോംബെ ഹോട്ടലിലെ സ്ഥിരം ഉപഭോക്താക്കളായ ഒരു കൂട്ടം ആളുകളുണ്ട്. പയ്യന്നൂരിൽ എപ്പോൾ എത്തിയാലും ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ. വിഭവങ്ങളുടെ സ്വാദ് പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ വൃത്തിയും മികച്ച സേവനവും ജീവനക്കാരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും. 1970 മുതൽ ഈ സ്ഥാപനമായിട്ട് ബന്ധമുണ്ട്. ഇടയ്ക്കിടെ വരും, ഫാമിലി വരും. ഭക്ഷണത്തിന് അന്ന് മുതൽ ഇതുവരെ ക്വാളിറ്റിയെല്ലാം നിലനിർത്തുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. മാനേജ്മെൻറ്റ് നല്ലതാണ്. രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെയാണ് ഹോട്ടലിന്റെ പ്രവർത്തന സമയം. പയ്യന്നൂർ ടൗണിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപമാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. 1928 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന സ്ഥാനത്തു നിന്നും അല്പം മാറിയായിരുന്നു ഹോട്ടൽ ഉണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്നത്തെ കെട്ടിടത്തിലേക്ക് മാറ്റിപ്പണിതത്.